എൻ്റെ കാലത്ത് യോഗ നടത്തൊക്കെ കഴിഞ്ഞു. സമയം കാലത്ത് 6:45 സമയം. നിതിൻ വന്നിട്ടില്ല, പകരം നമ്മുടെ കുക്കുടനാണ്. നമ്മുടെ എന്നിട്ട് കുക്കുടൻ അതൊക്കെ പണ്ട് ഇവനാണ് നമ്മളെ ഷൂട്ട് ചെയ്യണത്. ഇവനാകുമ്പോൾ കാലത്ത് അതിരാവിലെ വരും. ഇവന് ബൈക്കുണ്ട്, നിതിന് ബൈക്കില്ല. അപ്പോൾ ഇവൻ ബൈക്ക് എന്ന് പറഞ്ഞൊരു പാവം ബൈക്കാണ്. അത് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് പാവം തോന്നും. അത് കാണിച്ചു തരാം. ഒരു വണ്ടിയാണ്. അപ്പോൾ ഇവന് നമ്മുടെ നേന്ത്രവാഴകളാണ്. നമ്മുടെ അഞ്ച് നേന്ത്രവാഴകളാണ് നമ്മൾ അന്ന് നാട്ടിലുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലത്തെ അല്ല. തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലും ഊന്ന് കൊടുക്കും. പക്ഷേ ഇവിടെ കാറ്റിൻ്റെ ഒരു ശല്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഊന്ന് കൊടുക്കണം. അല്ലാട്ടം വാങ്ങിക്കുന്ന കാലുകൾ എന്ന് പറഞ്ഞാൽ മുളര കാലുകളാണ്. അത് 200 രൂപ കൊടുത്ത് അല്ല 200 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു കാല് ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു 2 കൊല്ലം മാക്സിമം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിന് ഭാരമല്ല, കാല് തന്നെ. ഇതാണ്ട് നമ്മുടെ സുമേഷ്, നമ്മുടെ ഡ്രസ് വർക്കിന് സുമേഷ് ഇത് വാങ്ങിച്ചു വന്നത് കണ്ട ഈ സാധനം. ഇത് 1.25 കേട്ടോ. 1.25 ഇഞ്ച് കനം ഇതന്നെ. ഇത് എത്ര കൊല്ലം വേണമെങ്കിലും നിൽക്കും. എത്ര കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം. നമ്മുടെ മുന്നേ നമ്മുടെ ഒരു വാങ്ങിച്ചു വെച്ചത് ഒരു 10 കൊല്ലത്തിന് മീതിയായിട്ടുണ്ട് ഇങ്ങനത്തെ കാല്. അത് 1 ഇഞ്ച് കനത്തിൻ്റെ 1.25 സ്ക്വയർ പിന്നെ കറക്റ്റ് പിടി കിട്ടി. അപ്പോൾ നമ്മൾ ഈ 5 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം 20 അടിയാണ് നീളം. നമുക്ക് അത്ര വേണ്ട, 14 അടി നീളം മതി. 14 അടി നീളം മതി. അത്രയ്ക്ക് നീളം വേണ്ടല്ലോ. 14 അടിയിലെ മാക്സിമം ഹൈറ്റ് വരില്ല. അപ്പോൾ ഒന്നിൻ്റെ ആവശ്യമുള്ള അവൻ എന്തെങ്കിലും തെറ്റി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കനം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിനാപ്പാടി വന്നിട്ടുള്ള കാശ് ഓട്ടപ്പാടി അടക്കം വന്നിട്ടുള്ളത് 2500 രൂപയാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 500 രൂപയോളം വരുന്നുണ്ട്. 500 രൂപ വരുന്നുള്ളൂ. നമ്മൾ ഞാൻ ഇത് ഈ ആളുകൾക്ക് ഒരു ലാഭകരമായിട്ടുള്ളൊരു കാര്യം ഒരു കണക്ക് പറഞ്ഞു. ഈ നേന്ത്രവാഴ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കാല് കൊടുക്കുന്നവർക്കുള്ള ഒരു ഇത് പറഞ്ഞതിന് വളരെ കുറച്ച് ആൾ കഴിഞ്ഞ് നമുക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കളയാനോ പറ്റില്ല. നമുക്ക് അസറ്റ് കൂടിയിട്ടാണ്. അല്ല, ഇത് പണിക്കാരെ വെക്കണ്ടേ, ഞാൻ മുറിക്കണം. അല്ല മുറിക്കാനല്ല, ഞാൻ മുറിക്കാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പോണ്ടേ, ഞാൻ പറയണത് ഈ സാധനം നമുക്ക് ഒരിക്കലും ഇതിന്റെ വില ഇടിയില്ലാന്ന്. അത് മനസ്സിലായി. എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഇത് ഉപയോഗിക്കാം. 10-20 കൊല്ലം കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാം. അത് മനസ്സിലായി. വളരെ കാര്യം കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇത് ഞാനൊരു കൃഷിക്കാരനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾക്ക് ഇത് ഭയങ്കര ലാഭകര നേന്ത്രവാഴ കൃഷിക്കാരനെ ആൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിച്ചൂടെ. ഇതിപ്പോൾ ഒന്നിക്കൊന്നാകുമ്പോൾ ഒരു 350 രൂപ 400 രൂപ വരില്ലോ ഒരു കാലിന്. എത്ര കൊല്ലം വേണമെങ്കിലും നിൽക്കും. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ വലിയ തോട്ടം, 1000 വാഴയുണ്ട്. അപ്പോൾ അതിലേക്ക് വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ ഒരു മുടക്കം മുതൽ ഗംഭീരമായിട്ട് വരും. അപ്പോൾ പക്ഷേ ആൾ പറഞ്ഞത് അവിടെ വെച്ചിട്ട് പോയി ആളുകൾ ഓരോ കാലുകൾ എടുത്തുകൊണ്ട് കാശ് കിട്ടില്ല. ഇത് എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ആൾക്ക് മുളരെയാകുമ്പോൾ ആളുകൾ എടുത്തുകൊണ്ട് ഇല്ലാന്ന്. അല്ല, ഈ മുറിക്കാൻ പോണ ഇത് ഇവിടെ പഴയത് പറഞ്ഞിരിക്കണത്. ഇതിന്റെ ഗതികേട് എന്തുവെന്ന് എനിക്കറിയില്ല. 14 ഇതിപ്പോ ഇത് കനം കൂടുതലാണ് കേട്ടാ. ഇനി ഇതല്ല ശരിക്കും വേണ്ടത്. ഫസ്റ്റ് സുമേഷ് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടത് ഇതായിരുന്നു. ഇപ്പം നേന്ത്രവാഴ ഇതിന് പറഞ്ഞിട്ട് ഇത് കനം കൂടിയത് വാങ്ങിച്ചത് 1.5 ഇത് 5 വാങ്ങിച്ചു കൊണ്ടു. 1.5 ഇത് 5 വാങ്ങിച്ചു. അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല, ഇതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് കനമുള്ളതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ട്രീ ഹൗസ് ഇല്ലേ, ട്രീ ഹൗസ് പണിയാനായിട്ട് കോണിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ട്രീ ഹൗസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയറി നിൽക്കണ പാകത്തിലാക്കാനുള്ള പരിപാടി ഉണ്ട്. കാരണം വെച്ചാൽ ഇത് എന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് കൊല്ലം 3.5 കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, വരുന്നവർ ചോദിക്കും ഇതെന്താ പണി കഴിഞ്ഞില്ലെന്ന്. അല്ല, അത് നല്ലതാ. പെട്ടെന്ന് വീടല്ലേ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ നേരെ ഫോക്കസ് ചെയ്യുന്നത് ഇതിലേക്ക്. അപ്പോൾ അതിലേക്ക് കോണിക്ക് ആയിട്ട് ഈ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കനം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേന്ത്രവാഴ ഈ കാലിനുള്ള കനം അപ്പോൾ നമുക്ക് ഒരു 350 രൂപയ്ക്ക് വരില്ല. ഇതൊക്കെ എത്ര കൊല്ലം മുമ്പുള്ളതെന്ന് അറിയാം. ഇത് 10-12 കൊല്ലം പഴക്കമുള്ള ഇതുകളാണ്. എത്ര നാൾ വേണിരുന്നോളൂ. അപ്പോൾ 14 അടിയുടെ ഒരു 14 അടിയുടെ കാലുകൾ മുറിക്കാൻ പോകണം കേട്ടോ. ഊന്നിടാം. അതെ,
ഇത് ഈ ബ്ലേഡോട് കുറച്ച് നേരം ഞാനിവിടെ ഇരിക്കണല്ലേ ഇപ്പോൾ പിന്നെ ഞാൻ പോകണ്ട. ഞാൻ സരിതാര ടൈലറിംഗ് മെഷീൻ്റെ ടൈപ്പ് എടുക്കട്ടെ. അതൊക്കെ ചെറിയ കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയില്ലേ? ടൈപ്പ് എത്ര മീറ്റർ ഉണ്ട്? 5 അടി. 5 അടിയാ? 5 അടി കറക്റ്റ് 5 അടി ഇല്ലേ? 5 അടി ഉണ്ടാവും. അതല്ല ഞാൻ വെറുതെ പെട്ടെന്ന് 5 അടി. ഇതിന്നിപ്പോൾ ഇത് 20 അടിയല്ല, അപ്പോൾ 6 അടി കുറച്ചാൽ പോരാ നമുക്ക്. അല്ലാണ്ട് നമ്മൾ 14 അടി അളക്കണ്ടല്ലോ. അരടി ഇവിടെ ഇതിപ്പോൾ 5 അടി. ഓക്കെ. ഇനി 1 അടി കൂടിയും കുറച്ചിട്ട് അവിടെ മുറിക്കുകയല്ലേ നമുക്ക്. 1 അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഇഞ്ച്. നേരിയ വ്യത്യാസമുണ്ട്. അവർ കറക്റ്റായിട്ട് 12 ഇഞ്ച് ഇതിൽ മുറിക്കുക. നീ ആ സാധനം എടുക്കാം. എൻ്റെ തുരുമ്പ് പിടിച്ച സാധനമാണ് കേട്ടാ. ഇതുകൊണ്ട് മുറിച്ചിട്ട് നടക്കില്ല. നോക്ക് ട്രൈ കാലത്ത് മാസിൽ പറ്റേ. ഞാൻ ഉൾക്കടിക്കാൻ പോകണം കേട്ടാ. റെഡി ഗൈസ്. ദൈവമേ, ഓക്കെ. വരട്ടാ, അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിക്കുക. അപ്പോൾ നല്ല ബലത്തിൽ പിടിക്കാൻ പറ്റും. എൻ്റെ ഇരിപ്പ് ശരിയില്ല. ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ അതാകുമ്പോൾ ചവിട്ടി പിടിച്ചിട്ട് ഇതാക്കാലോ. ഒരു ഒന്നുകൂടി ബലമായി. എന്നാലും ആ തുരുമ്പടിച്ച ബ്ലേഡ് കൊണ്ട് അത്രയും കട്ടായല്ലോ. സമ്മതിക്കണം. തുരുമ്പടിച്ച ബ്ലേഡ് വാങ്ങിക്കാൻ മറന്നു. ഓറഞ്ച് ഓറഞ്ചാ? അല്ല സോറി, ഞാൻ സാധാരണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓറഞ്ച് പറയാം. അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്. നീ തമിഴ്നാട്ടിൽ ഇവിടെ കറങ്ങി വരുന്നതല്ലേ? എന്നിട്ട് നിനക്ക് അറിയില്ലേ? നിനക്ക് അറിയില്ലേ? ഞാൻ കണ്ടിട്ടില്ലേ ഫ്രൂട്ട്സ് ഒന്നും? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടു നടന്നില്ല. അതെ. മിഥുൻ പറഞ്ഞത് ഇതുകൊണ്ട് മുറിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞ. മുറിക്കാൻ പറ്റും, ടൈം എടുക്കുന്ന. പിന്നെ ആ ബ്ലേഡ് തുരുമ്പിടിച്ചാലുണ്ട്. ഞാൻ പറഞ്ഞേ പരീക്ഷിക്കാലോ നമുക്ക്. അതെ. അവസാനം കട്ടായില്ലോ. സമാധാനം സമാധാനം. കണ്ടറാ, നീയല്ലേ പറഞ്ഞ മുറിക്കാൻ പറ്റില്ലെന്ന്. മുറിച്ച് സംഭവിച്ചു. സമയം കുറെ പിടിക്കുന്നല്ലേ പറഞ്ഞോളൂ. സമയം കുറെ പിടിച്ചൊന്നുമില്ല. കണ്ടാ 14 അടിയുടെ കാല്. അല്ല ഈ വാഴയ്ക്ക് ഇത്ര നിളം വേണോ ശരിക്കും? അല്ല വാഴേ ഇതിപ്പോൾ 14 അടിക്ക് മുറിച്ചോണ്ട് നിറന്നിരിക്കുമോ? ഈ വാഴ 14 അടി ഉയരം വരില്ല. ഏകദേശം 10-12 അടി ഉയരം വരില്ല. പക്ഷേ ഇനി നമ്മൾ ഏതെങ്കിലും വാഴ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കൂടി വാഴയാവും ചിലപ്പോൾ വയ്ക്കുക. നേന്ത്രവാഴയ്ക്ക് പറയാൻ പറ്റില്ല. ഇത്ര ഹൈറ്റാ? അപ്പോൾ അല്ല ഈ 12 അടി വാഴ വരും വിചാരിക്കുക. നമുക്ക് 12 അടി വേണ്ടല്ലോ. ആ വാഴയുടെ കൊല കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലല്ലേ കുത്തി വയ്ക്കുകയാണോ മൊത്തത്തിൽ? കൊലേരെ അത് കെട്ടണം, അല്ലെങ്കിൽ കൊല ഒടിയും. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത്രയ്ക്ക് ഇനി വെക്കുന്ന വാഴ ചിലപ്പോൾ ഹൈറ്റ് കൂടിയതാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഹൈറ്റ് കുറച്ചിലും മുറിച്ചിലും. എനിക്ക് ഒരു തവണ അങ്ങനെ അബദ്ധം പറ്റി. 12 അടിയിലെ കാല ഞാൻ ആദ്യം വെച്ചിടണേ. അത് അബദ്ധം പറ്റി. അപ്പോൾ ഇനി അങ്ങനെ പിഴവ് പറ്റാൻ പാടില്ലല്ലോ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്നും കാലാകാലായില്ലോ. അപ്പം ഇനി ആദ്യത്തെ നമ്മൾ വാഴയ്ക്ക് ഊന്ന് കൊടുക്കാൻ പോകും. ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്കും പഠിക്കാൻ. എൻ്റെ കൃഷി രീതിയിൽ ചിലപ്പോൾ ഭയങ്കര അബദ്ധങ്ങളോ വിഡിത്തങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷേ അതിലത്തെ ചില കാര്യങ്ങളില്ലേ നല്ലത്, അത് ആളുകൾക്ക് എടുക്കാം. ഇവിടെ നമ്മൾ 2 നേന്ത്രവാഴ കൃഷിയിനൊരു കർഷകനെ പരിചയപ്പെടുത്തിയിട്ട് നടന്നല്ലോ. ഭയങ്കര വിജയൻ്റെ
2 നേന്ത്രവാഴ ഒരു കുഴിയിൽ 2 നേന്ത്രവാഴ വെച്ച് കൃഷി ചെയ്യും. സാധാരണ ഒരെണ്ണം വെച്ച് പോവാ. അതെ, പക്ഷെ 2 വെച്ച് പോകുമ്പോൾ സ്ഥലം ലാഭം പല അതുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇവന് നമ്മൾ ആദ്യത്തെ ഊന്ന് കൊടുക്കാൻ പോണ്. അപ്പോൾ അതിനെ ആളാങ്കെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അത് ഇത്ര ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഇതുമായിട്ട് ബന്ധമില്ലതാ. ഹൈറ്റ് ചിലപ്പോൾ ഈ വാഴ അത്രയ്ക്ക് ഹൈറ്റ് വരില്ല. അത് മനസ്സിലായി. ഓക്കെ. അല്ല, സാധാരണ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരായാലും ശരി, എല്ലാവരും വിചാരിക്കും ഇതെന്ത് ഇത്ര ഹൈറ്റ്, തെങ്ങിനൊന്നും അല്ലല്ലോ കുത്തിക്കാൻ പോണേ. അല്ല, പിന്നെ നമുക്കിത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണ്ടല്ലോ. ഇതിപ്പോൾ എത്ര നാളായാലും നമുക്ക് ഉപയോഗിക്കാം. ഒരു മിനിറ്റ് ആൾ അങ്ങെടുത്തോണ്ടേ. സ്ട്രോങ് ആയിട്ട് വെറ്റി തോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ തലയിൽ വീണുണ്ടല്ലോ. അല്ലാണ്ട് അവിടെ ഒരു പോന്തൻ വലിയൊരു ഇളാങ്കുണ്ട്. നമ്മുടെ ഇളാങ്ക് അത്ര പോരാ. ഈ പിക്കാസ് കൊണ്ട് പറ്റില്ലല്ലേ? പിക്കാസ് കൊണ്ടാ നീ നല്ല അടിക്ക് താഴ്ത്തിരുന്നു ആളാ. പിക്കാസ് കൊണ്ട് അതേ കണ്ട ഇവിടെ ഒരാളാങ്കുണ്ട്. നോക്കിയെടുക്കട്ടെ, ചെടി ഞാൻ ചവിട്ടിയാലോ. കണ്ട ഇളാങ്കുന്ന ഇവിടെയുള്ള ഒരാളാങ്കെന്ന് പറയട്ടെ. കട്ടപ്പാര എന്ന് പറയില്ലേ ചിലർ, കട്ടപ്പാര. കട്ടപ്പാര വെക്കുന്നത് അല്ല, ഇത് നമുക്ക് കുഴി കൂത്താനായിട്ടേ. അത് മനസ്സിലായല്ലേ. സാധാരണ കട്ടപ്പാര വേറൊരു പാര കൂടി ഉണ്ടല്ലോ എൻ്റെ ഇടയിൽ. കട്ടപ്പാര ഈ നമ്മുടെ കട്ടപ്പല്ലത് നമ്മുടെ ഈ ഇതിലത്തെ അവിടെ പടത്തിന്റെ പേര് ബാഹുബലിത്തെ കട്ടപ്പ എന്നേ കട്ടപ്പാര. നേന്ത്രവാഴയ്ക്ക് ഊന്നൂർത്തില്ലേ മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കൃഷി ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അല്ല, എല്ലാം നല്ല തന്നെ. അതിലത്തെ നമ്മുടെ ഒന്ന് കയ്പക്കായില്ലേ, അതെനിക്ക് അത്ര ധർമ്മ എടുക്കില്ല. പക്ഷേ കയ്പക്കായ ഇത്തവണ വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടായില്ല. അല്ല, പൊങ്ങിയില്ല കേട്ടോ. താന്നു ഇത്രയ്ക്ക് താന്നുണ്ട് കണ്ടോ, ഇത്രയ്ക്ക് താന്നു. പിന്നെ വാഴമൊരു കെട്ടും വരില്ലേ? ഒരു കെട്ടല്ലേ, എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാഴ കൃഷി കണ്ടിട്ടില്ലേ? വാഴ കൃഷി കണ്ടിട്ടുണ്ട്. വല്ല മരത്തിന്റെ പീസ് വെച്ചിട്ട് ആ ഭാഗത്ത് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഫിനിഷായി. നീട് കൊണ്ടുപോവാ. ആദ്യമായിട്ടാണ് വാഴയ്ക്ക് ഡ്രസ്സ് പണിയുന്ന ഒരു വീഡിയോ കാണുന്നത്. വാഴയ്ക്ക് ഡ്രസ്സ് പണിയാൻ മീൻസ് ഇരുമ്പോണ്ടുള്ള വർക്ക്. ഇരുമ്പോണ്ടുള്ള നീ ആദ്യമായിട്ടില്ലേ? അതെ, അതല്ല ഞാൻ പറഞ്ഞ. നീ വാഴയുടെ ഇടയിലും വന്നിട്ട് കണ്ടോ എത്ര നാളെന്നാലും ഒരു കുഴപ്പമില്ല. ഇനി കെട്ടട്ടെ, കയറെടുക്കട്ടെ. കയറല്ല, മറ്റേ സാധനം കേര. ഇതാണ് നമ്മുടെ കേരര വള്ളി. അപ്പം ഒരു കെട്ട് കെട്ടിയാൽ മതി. ഇപ്പോൾ കുഴപ്പമില്ല. കണ്ടോ, ഇനി വാഴ എത്ര വലിയ കാറ്റ് വന്നാലും ഇതിന് കുഴപ്പമില്ല. കണ്ടാ, ഇനി ഈ സാധനേ അല്ല, ഇതിന് പെയിൻ്റ് അടിച്ചിട്ട് വേണ്ട. ഞാൻ തുരുമ്പ് കയറില്ല. പിന്നെ അതിൻ്റെ അടിക്കുന്ന പെയിൻ്റ് അടിക്കാം, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനനുസരിച്ച് ഓരോ കെട്ട് കൊടുത്ത് പോവും. മനസ്സിലായി നിനക്ക്? മനസ്സിലായി. ഒരു കെട്ടും കൂടി കൊടുക്കാം. നമ്മൾ കാണുന്നതേ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് വാഴമിക്കൊരു ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് വാഴമിക്കൊരു കുത്തല കൊടുക്കാം. അല്ല, ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ അത് കൊല വന്നൊരു ചിലപ്പോ ഇവിടുന്ന് അങ്ങനെയാവും, അങ്ങടാവും. അപ്പൊ ഇവിടുന്ന് കെട്ടി കൊടുക്കേണ്ടി വരും. അല്ല, കൊല വന്നിട്ട് അത് ഇത്തിരി വലുതാകുമ്പോൾ നമുക്ക് വാഴയ്ക്ക് കുത്തു കൊടുക്കാന്നുള്ള ചിന്ത വരാം. കാരണം വാഴ ചെരിഞ്ഞു തുടങ്ങുമല്ലോ. ഇത് ചിലപ്പോഴേ ഏതെങ്കിലും ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പോവും. നമ്മള് മുൻകൂട്ടി കണ്ടിട്ടാണ്. മിഥുനില്ലേ ഇവൻ പറഞ്ഞതാ, ഈ സാധനം നോക്കിയ തവിട് പൊടിയ സാധനം കേട്ടാ, ഇതൊന്നും മുറിയില്ല പറഞ്ഞാ. കേട്ടാ, പല്ലില്ല, ഒന്നുമില്ല, ഒക്കെ പല്ല് പോയി ഈ സാധനം കൊണ്ടാണ് എന്നെ മുറിപ്പിക്കുന്നത്. അല്ല എന്നിട്ട് ഇവൻ പറഞ്ഞു എന്നെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞേക്കില്ലാന്ന്. കാരണം ഞാൻ അത് മുറിച്ചാണ്ടിരിക്കുന്നു. നോക്കിയേ, ദേ 4 കട്ട് ചെയ്ത് കഴിഞ്ഞു. ദേ അതെ കണ്ട, മുറിച്ച് കിടുന്നണ്ട. ഈ സാധനം കൊണ്ടാണ് നീ മുറിച്ച. ഇത് ലാസ്റ്റ് വല്ലഭന് പുല്ലും ആയുധം കഴിഞ്ഞു. കണ്ട, കഴിഞ്ഞു. ഇത് കുഴിച്ചിട്ട് കാണിക്കുന്നില്ല നമുക്ക്.
വേറെ പണിയിലുണ്ട്. ഇതേ നമ്മുടെ ചതുരപ്പയറുണ്ട്, കണ്ട ചതുരപ്പയറുണ്ട്. അതിൻ്റെ ഇപ്പോൾ സരിത് ഇത് പൊട്ടിക്കാൻ വരും. ഇവർക്ക് കാലത്ത് കഞ്ഞിക്കുള്ളത്. ഇവര് കഞ്ഞി കൊടുക്കണ്ട. അതെ, ഇന്ന് കഞ്ഞിയാണല്ലോ കായ്സ്. അതായതേ ഇതിൻ്റെ കടക്കിലത്തെ മണ്ണ് പോയി. അപ്പോൾ ഈ തടക്ക് പോയിട്ടിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ തടൊന്ന് സ്ട്രോങ് ആക്കാം. അതായത് ഇതിന് ഉച്ചയ്ക്ക് വരുമ്പോഴാണല്ലോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ കാലത്ത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ലൈറ്റ് ഫുഡ് കഞ്ഞി 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 നല്ലതാ. കഞ്ഞി അമ്പത് മോശം, കഞ്ഞി സൂപ്പർ അല്ലേ. കാലത്ത് ഓടാനും പോണ്ട, ചാടാനും പോണ്ട, ഒന്നിനും പോണ്ടല്ലോ. നേരെ വരുന്നു, കൈക്കോട്ട് എടുക്കുന്നു, കൊത്തുന്നു. ഇനി അല്ലെങ്കിൽ കിട്ടിയതൊക്കെ എടുത്ത് ഓരോ പണികൾ ചെയ്താൽ മതിയല്ലോ. അതെ, ശരീരത്തിനും ബെനിഫിറ്റ്, പറമ്പും ക്ലീൻ, പിന്നെ ആവശ്യത്തിന് നല്ല ഫുഡിനുള്ള സംഭവം. 3 കാര്യങ്ങൾ. ഏളമ്പയിൽ ഒരു സുഖല്ലേ അല്ലടാ. സാരി തരച്ചോ മഴ കേൾക്കുന്നുണ്ട്. എന്താ കുളിച്ചാ? മേല് കഴുകി. ഇത് പൊട്ടിച്ചോ? പച്ചമുളക് പൊട്ടിക്കാൻ. ഇത് കണ്ടാ മൂത്ത് കഴിഞ്ഞപ്പോൾ ഒന്നിനും കൂടില്ല. അന്ന് മൂത്തിട്ട് ഇതുവരെ മൂക്കറയില്ലുകൊണ്ട് വരില്ല. ഇവനെ മിഥുൻ ആലപ്പുഴ കാണുന്നു. ഈ സാധനം വണ്ടനാണ്. നിനക്ക് ഇത് കൂട്ടിയിട്ട് ഒന്ന് കഞ്ഞി തരുന്നു കേട്ടോ. നിന്നെ ഞങ്ങള് ഇതും കൂട്ടി കഞ്ഞി കുടിപ്പിച്ചിട്ടേ വിടുള്ളോ. കണ്ടോ, നമുക്കൊരു കൂട്ടാനുള്ള അത്രേ ഉള്ളോ. 2 പേർക്കാ? 4 പേർക്ക് പിന്നെ ഇല്ലാണ്ട് ഇത്ര മതി. ഇനി നമുക്ക് പൊട്ടിക്കുന്നത് നോക്കിയാൽ പച്ചമുളകാ. കണ്ടാ എന്തോരം നോക്കിയേ. ചൂനിയ മുളക് നോക്കിയേ. എന്തൊക്കെയാ എവിടെ ഇരിക്കാം. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ എന്തൊരു കുഴപ്പം അറിയോ? എന്തൊരു കുഴപ്പം? നിന്റെ വർത്താനം കേൾക്കില്ലേ? പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ തൈക്ക് കേട്. ഇതേ നോക്കിയേ, നല്ല മുഴുത്തതാ ചൂനിയമുളക്, വെള്ള ചൂനിയമുളക്. ഇത് ഞാനിത് എന്തൊരു ചെയ്യാനെന്നറിയോ? ഇത് മറ്റേ നമ്മുടെ നെല്ലിക്ക വാങ്ങിച്ചിട്ടില്ല. അത് ഭരണിയിൽ ഇട്ട് വയ്ക്കാൻ ചൊറുക്കൊഴിച്ചിട്ടേ. ചൊറുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി. നിനക്ക് ചൊറുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ചൊറുക്കൊഴിക്കണ്ടേ? ഇത് തന്നെ ചേട്ടൻ ഇടുകയാണെങ്കിലാണ് ചൊറുക്ക് വേണ്ടോ? നെല്ലിക്ക ഇട്ടിട്ട് ഉപ്പിലിടുകയാണെങ്കിൽ വേണ്ടി വരില്ലേ? ഇത്തിരി ഒഴിക്കുന്നുണ്ടല്ലോ ഇല്ലേ? നിനക്ക് പച്ചമുളക് കൊണ്ടാണോ ഇതിനെ? അല്ല ഇവിടെ ഉള്ളതുണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ വരുന്നവർക്കും എല്ലാം കൊടുക്കും, അറിയില്ലേ? ഇവിടെ ഉള്ളത് കോഴിമുട്ട വേണടാ. കോഴിമുട്ട വേണോ നിനക്ക്? നീ പോകുമ്പോ കോഴിമുട്ട ഞാൻ തരും. ഈ വീഡിയോ ഇവൻ കോഴിമുട്ടയും പച്ചമുളകും കൊണ്ടുപോകുന്നതാണ്. ഇവനെ വീട്ടില് ഇവൻ മാത്രമല്ലോ കൂട്ടാൻ വെപ്പും. അനിയനുണ്ട്. അച്ഛനമ്മയും ഇല്ല അല്ലേ? പണ്ടേ മരിച്ചുപോയി. എത്ര കൊല്ലം മരിച്ചിട്ട്? 13. ഇനി വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. നോക്കിയേ,
നോക്ക്, നമ്മൾ ഇവിടെ മറ്റേ പൈനാപ്പിൾ നട്ടിട്ടില്ലേ, നോക്കിക്കണ്ട. ഇതിപ്പോൾ അനിലേട്ടൻ്റെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ, അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ സാധനമാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ തലപ്പുകൾ നമ്മൾ ഈ ജ്യൂസ് കടകളുടെ അവിടെ നിന്നും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഴിച്ചിട്ട്. അപ്പോൾ അത് കുഴിച്ചിട്ടപ്പോൾ പറഞ്ഞു അതല്ല കുഴിച്ചിട്ടാ, ഇതേ ഈ പൈനാപ്പിളിൻ്റെ തലയ്ക്ക് ഈ സൈഡിൽ ഇത് ഇങ്ങനെ കാണണ്ട, വേണ്ട, ഇതാണ് കുഴിച്ചിടാന്ന്. ഇങ്ങനെ സൈഡിൽ, അതായത് ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് 3 കൊല്ലം വരും അത് കായ്ക്കണമെന്ന് പറയും. ഈ സാധനം ഇതേ കണ്ട, സരി നോക്കിയാൽ കണ്ട, ഇതാണ് കുഴിച്ചിടേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഇതാണ് കുഴിച്ചിടേണ്ടത്. അപ്പോൾ ഇത് കുഴിച്ചിടാൻ പോവാ. ഇത് 2 കൊല്ലം അല്ല 1 കൊല്ലം വേണ്ട ഒന്ന് കണ്ട. പോട്ടെ, കൂട്ടാൻ വയ്ക്കാൻ പോട്ടെ. ആ കണ്ട, ഈ സാധനമാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. അതിവിടെ കാണിച്ചു തരാം. ഇതെന്തുട്ടാ, മണിത്തക്കാളിയല്ലേ ഇത്? ഇനിയും പച്ചമുളക് പൊട്ടിയുണ്ട്. നല്ല മുഴുത്ത പച്ചമുളക്. അവിടെ സരിതിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല. അത് കൊണ്ടുപോകാം. എന്താ ചോറുണ്ടല്ലോ പോളോ, കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞിയും കോഴിമുട്ടയും നിനക്ക് തന്നിട്ടേ പോവുള്ളൂ. ഇവിടെയാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ നടന്നത് കേട്ടോ. നന്നായി താഴ്ത്തണോ? ഏയ് ഞാനതിന് താത്തുന്നില്ല, വല്ലാണ്ട് താത്തിയിട്ട് കാര്യമില്ല. 2 അല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ തലകൾ ഇനി കിട്ടണം, അതിൽ നിന്ന് ഇനി ഉണ്ടാവണം. മനസ്സിലായി? ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല സംഭവം. അല്ല ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നടുവിൽ ഉണ്ടാവുന്ന മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, സൈഡിൽ ഇങ്ങനെ വരുന്നത് അറിയില്ല. അല്ല, നമ്മളിത് കാലങ്ങളായിട്ട് നമ്മൾ ഈ സാധനം തന്നെയാണ് കുഴിച്ചതാ. ഇതിൽ ഞാൻ ചാണപ്പൊടി ഇടാൻ പോവാ. ചാണപ്പൊടി ഇടാന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ചാണപ്പൊടി ഇടാം. ചാണപ്പൊടിയല്ല, ചാണം ഇവിടെ ഉണങ്ങിയ പോലെ തിന്നിട്ട് എടുത്തിട്ട് കൊണ്ടിട്ടെ. ചാണകം ഇത് ചാണപ്പൊടിയല്ല, എന്നാ വെച്ചാൽ ചാണമല്ല, കണ്ട, 2ൻ്റെ ഇടയിൽ പെട്ട സാധനമാണ്. ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോട്ടെ. അപ്പം അടിപൊളിയായിട്ടുണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് പൈനാപ്പിൾ എവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നിനക്കറിയോ? എനിക്കറിയാം. ഞാൻ ഓടുമ്പോൾ അങ്ങനെ കോട്ടയത്ത് കുറേ കണ്ടു. കോട്ടയം എന്നല്ല, എനിക്കറിയാൻ പാടില്ല. എവിടെയാ? അല്ല, ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. മൂവാറ്റുപുഴ വാഴക്കുളം കേട്ടിട്ടുണ്ടോ? മൂവാറ്റുപുഴ കേട്ടിട്ടുണ്ട്, വാഴക്കുളം കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. അവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യണത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേറാ? അതിന് പ്രകൃതിപരമായിട്ട് ഇതിന് വല്ലതുണ്ട്? ആപ്പിൾ ഉണ്ടാവുന്നത് മറ്റു തണുള്ള സ്ഥലത്തും അങ്ങനെ വല്ല പ്രത്യേകത ഉണ്ട് അതിന്? അത് ഓരോ ഏരിയ ആ കൃഷിക്ക് അനുയോജ്യമാവുമല്ലോ. അങ്ങനെ മനസ്സിലായ? മനസ്സിലായി. അതുകൊണ്ടാണ് കൂർക്കര മുകളിൽ ചവിട്ടിയ പ്രശ്നമില്ല. ഏയ് കണ്ട, കാണാൻ ഭംഗിയുണ്ടല്ലേ? ഈ ചെടി ഇത്ര ചെറുതായിട്ട് നന്നായിട്ടുണ്ടായില്ലേ? വളർച്ച പറഞ്ഞിട്ടും നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അരിവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ അതിനെ കഴിച്ചു നോക്ക്. ഉണ്ടായിരുന്നുണ്ടോ? ഞാൻ കഴിക്കും. എന്തായി അഭിപ്രായം? ടേസ്റ്റ് ഉണ്ടോ? മുളകിൻ്റെ റിവ്യൂ പറയൂ. ആ സ്മെല്ല് ഇവിടെ തന്നെ പിടിക്കുമെന്ന് തുടങ്ങിയ സ്മെല്ല് അവസ്ഥ പോയി. എരിവുണ്ട്. സുഖം കിട്ടി.
ഇവിടെയാണെങ്കിലേ ഓടിക്കോ വീട്ടിലേക്ക് ഓടിക്കോ. കളക്കിനോടത്തേക്ക് വെള്ളം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വെള്ളം എടുത്ത് വരാറുള്ളതാ. സരിതോട് വിളിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് ഇല്ല അത്ര ഭയങ്കര ഒന്നും പറയാനില്ല. എന്നാൽ വെച്ചാൽ കുഴപ്പമില്ല, എരിവുണ്ട്. പിന്നെ എരിവില്ലാണ്ടിരിക്കില്ലല്ലോ. ഞാൻ ഇന്നാൾ ദിവസം മറ്റേ നമ്മുടെ അവിടുത്തെ അരിമ്പൂരിലെ അഗ്രികൾച്ചറിൻ്റെ മറ്റേ ഇതിന് ഒരു മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കമ്മലിൻ്റെ ഒരു എന്താ പറയുക കൊട്ട കമ്മലിൻ്റെ പോലത്തെ ഡിസൈൻ ഉണ്ട്. അതിൻ്റെ ഒരു ആ മുളക് നന്നായിട്ട് പഴുത്തു. പഴുത്തിന് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി. അതിൻ്റെ പകുതി വരെ മധുരം. സെൻറ്ററിൽ എത്തിയിട്ട് ആ ഇതുണ്ടല്ലോ മണി അത് മാത്രമേ വരുള്ളൂ. അതെന്ത് മധുരം വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എരുത്തുണ്ട് ലൈറ്റ്, പിന്നെ ഫുള്ള് മധുരം. അങ്ങനത്തെ പേടിച്ച് കഴിച്ചത്. മധുരം കണ്ടപ്പോ ഈ ക്യാപ്സിക്കൊക്കെ ഇല്ലേ, ആ ഒരു കാറ്റഗറി ആണെന്ന് തോന്നുന്നു. ചെറിയത് ഇതുമൊക്കെ നിറച്ചിട്ടുണ്ട് അതിന്റെ പച്ചമുളക് കേട്ടാ. കുഴപ്പമില്ല, എരിവ് അത്ര ഭീകരമായിട്ടുള്ള എരിവില്ല കേട്ടാ. ഞാൻ ചിലത് കഴിക്കുമ്പോൾ ഞാൻ ശരിക്ക് കണ്ണീന്ന് പൊന്നീച്ച വരുന്നതെന്ന് പറയില്ലേ, ആ ലെവലിലാവും. കുഴപ്പമില്ല. നിനക്ക് മരിച്ചോടത്തേക്ക് പാറായില്ലേ? അതെ, ഇവന് മരിച്ചോടത്തേക്ക് പാറ. ഒരു കാട്ടൂര് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ അവിടേക്ക് പോകണമെന്ന്. അല്ല, ഞാൻ നിനക്ക് കഞ്ഞിയ കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞിയാവും. അയ്യോ പരിവ് കൂടി വീട്ടിപ്പോൾ ഫുള്ളൊരു മറ്റേ മുളക് കൃഷി ചെയ്തിട്ട് സെയിൽസ് പോലും ഒരു സൈഡ് വരുമാനം വരില്ല. മുളക് കൃഷി തുറന്നാൽ മതി. കാറ്റ് കൊണ്ട് നാവും തടക്കട്ടെ മതി. അസോള കുളത്തിലേക്കാണോ? അല്ലല്ല, ഞാൻ ഈ വിത്തുകളിൽ നിന്ന് എടുത്ത് വയ്ക്കാനാ. വെള്ളം കുടിക്കട്ടെ. മുട്ടയാണ് എത്ര ചെയ്യാ? നിനക്ക് ആവശ്യമുള്ള കോഴിമുട്ട തരും. ഇത് കണ്ട, നമ്മുടെ കോഴിയിലുള്ള മുട്ടകളാണ്. കണ്ട കളർ കണ്ട. എനിക്ക് എങ്ങനെ അടുപ്പിക്കടാ. കണ്ടാ ഇത്രയും കോഴികളുണ്ട്. അല്ല ഇത്രയും കോഴികളല്ല, ഇത്രയും കോഴിമുട്ടയുണ്ട്. നിനക്ക് എത്ര കോഴിമുട്ട വേണം? ഞാൻ കടലാസിൽ പോയി തരാം. അപ്പോൾ ഒട്ടും എനിക്ക് സഞ്ചിയിലൊക്കെ കേട്ടോ. ശരി. ബാഗില് അപ്പോളേ ഇങ്ങനത്തെ ഒരു പെട്ടിയിലാക്കി തരാം. അവിടെ കൊണ്ടുപോകാൻ. ഇവനെ കുറേ ദൂരം പോണേ. അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തിയിട്ട് ഓടിച്ചിട്ട് അത്ര ലോങ് ഓടിയിട്ട് വന്ന് കിടന്നാലുണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് എത്തിയാണ്. എണീറ്റ് 6:50. അതെ, അപ്പോഴാണ് ഞാൻ നോക്കണേ. 6:50 എത്ര കിട്ടുന്നു? 6 മണിക്ക് അല്ലെങ്കിൽ 5:45 എനിക്കും. ഇതിപ്പോൾ മാർത്താണ്ഡം വരെ ഓടി ഷോ ചെയ്തിട്ടില്ല വന്ന്. കഴുത്തും വേദനയുണ്ട് മൊത്തത്തിൽ ട്രാവൽ ചെയ്താണ്. പൊട്ടാണ്ട് കൊണ്ടുപോയല്ലോട്ടാ. മതി. ഇത് തന്നെ കുറേയല്ലോ കൂട്ടാൻ വെക്കണ്ടല്ലോ. അല്ല അല്ല എനിക്ക് അതല്ലേ മുട്ട കൂട്ടല്ലേ. മുട്ട നമ്മളൊരു ചോറിനൊരു മുട്ട വറുത്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? പൊട്ടാണ്ട് കൊണ്ടുപോയല്ലോട്ടാ. ആണ് ബൈക്കിൽ. ഞാനിത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തരാം. ഒരു കടലാസ് കൊണ്ട് വയ്ക്കില്ല. പിന്നെ പച്ചമുളകല്ല വേണ്ട. പച്ചമുളക് എന്തോരം വേണം? അത് കേട്ടോ, ആ പെട്ടിയിലാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ എന്തോന്നില്ലേ എനിക്ക്. ഇപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അവർക്കും കോഴിമുട്ട കൊടുക്കാം. നമുക്ക് നാടൻ മുട്ട എന്ന് പറയാൻ പറ്റില്ല. അല്ല ഈ ഓറഞ്ച് കളറല്ലോ. അല്ല ഇതിപ്പോൾ കോഴിമുട്ട എന്ന് പറയും. അല്ല കോഴിമുട്ട എന്നല്ല, ഈ വലിയ കോഴികളുടെ ബ്രോയിലറല്ല, വലിയ ടൈപ്പ് സാസ എന്ന് പറഞ്ഞ കോഴിയുടെ മുട്ടയാണിത്. പക്ഷേ നമ്മൾ വീട്ടിലത്തെ തീറ്റും അത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് മാത്രം. ഇതിപ്പോൾ ഒരുപാട് മുട്ടയുണ്ടല്ലോ, കുറേ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബുൾസൈ മാത്രം. ഇതിന് മുകളിലേ ഒരു പേപ്പർ വയ്ക്കണം. അല്ലെങ്കിൽ ട്രാവൽ ഇപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൂട്ടിയിടിച്ച് പൊട്ടി ഇതിങ്ങനെ ഇറക്കി വെച്ചാലോ? ആ പച്ചമുളക് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പച്ചമുളക് വേറെ പോയി തരാറാ. അല്ല അതിലാകുമ്പോഴും നമ്മൾ എന്തായാലും പച്ചമുളക് കഴുകി കൂട്ടാൻ വയ്ക്കുമ്പോൾ രസമുണ്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് എന്തൊക്കെ വിഷത്തിൽ കിട്ടണം, എന്നിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ പോക്കിയിട്ട് അരിഞ്ഞത്. പിന്നെയാണിത്
അങ്ങനെ ഇത്ര മതിയാ ഇനിയാണോ കുറച്ച് മതി. വീട്ടിൽ മുളക് വളർത്തുന്നുണ്ട്. വല മറ്റേ നീളം മുളകില്ലേ എനിക്കിത് ഇനി നെല്ലിക്കും കൂടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടോ? ഉപ്പിലിടാൻ വേണ്ടല്ലോ. അങ്ങനെ അങ്ങനെ മിഥുന് ഇത് കൊടുക്കണം കേട്ടോ. ഒരാഴ്ചത്തേക്ക് ഇനി എവിടെ തല മിഥുനെ കണ്ടില്ല. എന്നെ കാണാൻ മാത്രമൊന്നുമില്ല. വീണ്ടും ഞാൻ മുടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പാവം. അല്ല ഹാപ്പി കസ്റ്റമർ അല്ല ഹാപ്പി കസ്റ്റമർ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മറ്റേ ഓംലേറ്റും ഫുഡിനെ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കേണ്ട ലാഭമായി. പൊട്ടിക്ക് അടിക്കുക. അങ്ങനെ അജുവേട്ടൻ്റെ ക്യാമറമാനിൽ കമൻ്റൊക്കെ വരുന്നുണ്ട്. അല്ല ഞാനത് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ ചാനൽ പറഞ്ഞല്ലേ അങ്ങനെ വന്ന് ആൾക്കാരെ അറിയുള്ളൂ. അങ്ങനെ ഇപ്പോൾ എന്നെ വാച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്നത് കുറേ പേർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നീ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടം ആളുകൾക്ക്. അതിലത്തെ കമന്റുകൾ മുഴുവൻ അതാ. ഇനി ഈ പ്രശ്ന വീഡിയോയിൽ എന്താവും നോക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അപ്പം നീ കഞ്ഞി കുടിക്കാം. അപ്പം നീ കഞ്ഞി അല്ല കഞ്ഞി കുടിച്ചിട്ടേ വിട്ടുള്ളൂ അല്ലേ? അപ്പം നീ ഇതിന് കഞ്ഞി കുടിച്ചിട്ട് അപ്പം അല്ല അയ്യോ അപ്പം അങ്ങനെ നമ്മുടെ ആർസി മച്ചാന് കഞ്ഞി കൊടുക്കട്ടെ കേട്ടാ.